മൂന്ന് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2% ഇടിഞ്ഞ് 4842 രൂപയ്ക്ക് അടുത്തായിട്ടാണ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ ക്ലോസിംഗ് നൽകിയത്. 97,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 37, ഡിവിഡൻഡ് yield 0.73%, 52 വീക്ക് ഹൈ 5860, 52 വീക്ക് ഹൈയിൽ നിന്നും 1000 രൂപയ്ക്കടുത്ത് ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭിക്കുന്നു. 52 വീക്കിലോ 1795. റീസെൻ്റ്ലി ഒരു കറക്ഷൻ ഫേസിലേക്ക് നീങ്ങിയ സ്റ്റോക്ക് കറക്ഷനിൽ നിന്നും റിക്കവറി കാഴ്ചവെക്കുകയും സ്റ്റോക്കിൽ പോസിറ്റീവ് ട്രെൻഡ് ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മസഗോൺ ഡോക്ക് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ടതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ജർമ്മൻ ഷിപ്പ് മാനുഫാക്ചർ അല്ലെങ്കിൽ ജർമ്മൻ സബ്മറൈൻ മാനുഫാക്ചർ കമ്പനിയായ TKMS എന്ന കമ്പനിയുമായി ചേർന്ന് മസഗോൺ ഡോക്ക് എന്ന കമ്പനി ഒരു ഡീൽ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നുള്ള ന്യൂസ് റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ്. 5 ബില്യൺ യൂറോയ്ക്ക് 6 ഡീസൽ ഇലക്ട്രിക് സ്റ്റെൽത്ത് സബ്മറൈനുകൾ ഇന്ത്യൻ നേവിക്ക് നൽകാനുള്ള ഓർഡർ ഉടൻ തന്നെ മസഗോൺ ഡോക്ക് എന്ന കമ്പനിക്ക് ലഭിച്ചേക്കും. ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ജർമ്മൻ സബ്മറൈൻ മാനുഫാക്ചർ കമ്പനിയായ TKMS എന്ന കമ്പനിയുമായി ചേർന്ന് മസഗോൺ ഡോക്ക് ഒരു ജോയിൻറ്റ് വെഞ്ചർ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് സ്റ്റോക്കിനെ. മസഗോൺ ഡോക്ക് എന്ന സ്റ്റോക്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു. ഇവിടെ നിന്നും സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിലേക്കും ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോഴും ഹയർ ലെവലിൽ നിന്നും 1000 രൂപയ്ക്കടുത്ത് ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭിക്കുന്നു. 4750 സ്റ്റോക്ക് ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡിക്സൺ ടെക്നോളജി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1.60% ഉയർന്ന് 17,980 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 18,034, 52 വീക്ക് ഹൈക്ക് അടുത്ത് തന്നെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 1,00,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 146. ഡിക്സൺ ടെക്നോളജി വിവ എന്ന കമ്പനിക്ക് വേണ്ടി ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആരംഭിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ആൾറെഡി ഡിക്സൺ ടെക്നോളജി പല സ്മാർട്ട് ഫോൺ കമ്പനികളുടെയും കോൺട്രാക്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. പല സ്മാർട്ട് ഫോൺ കമ്പനികൾക്കും വേണ്ടി സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കുന്നതും ഡിക്സൺ ടെക്നോളജിയാണ്. ഈ ലിസ്റ്റിലേക്ക് വിവ എന്ന കമ്പനി കൂടി വരുന്നു. വിവയും ഡിക്സൺ ടെക്നോളജിയും തമ്മിൽ ഫോം ചെയ്യുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ ഡിക്സൺ ടെക്നോളജിക്ക് 51% സ്റ്റേക്ക് ഹോൾഡിങ്ങും വിവയ്ക്ക് 49%, വിവയ്ക്ക് 49% സ്റ്റേക്ക് ഹോൾഡിങ്ങും ആയിരിക്കും. ഇനി മുതൽ വിവയുടെ സ്മാർട്ട് ഫോണുകളും ഡിക്സൺ ടെക്നോളജി ആയിരിക്കും മാനുഫാക്ചർ ചെയ്യുക. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. സ്റ്റോക്ക് ഓൾ ടൈം ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. റീസെൻ്റ്ലി 17,500 മുകളിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകുകയും ചെയ്തു. ഇവിടെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അനലിസ്റ്റുകൾ 18,500 വരെയുള്ള ടാർഗറ്റാണ് ഡിക്സൺ ടെക്നോളജിക്ക് നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.64% ഇടിഞ്ഞ് 522 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 19,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 559, 52 വീക്കിലോ 420. റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ ഒരു കമ്പനിയാണ് അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി. അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് ഭോപ്പാൽ മെട്രോ റെയിൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഏകദേശം 1000 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഈ അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുകയും അതിനുശേഷം ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള പാറ്റേൺ ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങുകയുമാണ്. ഏകദേശം ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും ബൈയിങ് മൊമെൻറ്റം വരാനും പ്രീവിയസ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാനുമുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്